പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ദൈവം തന്ന വലിയ കൃപയോർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് അല്പസമയം നിങ്ങളുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുവാനും അത് ദൈവവചനവുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്തുവാനും കഴിയുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കട്ടെ. എൻ്റെ നാവോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇന്നലേക്കൊന്നും പോകുന്നില്ല. ഇന്നത്തെ വചന ഭാഗം യെശയ്യാ 51:20. യെശയ്യാ 51 വായിക്കാം. നിന്റെ മക്കൾ ബോധം കെട്ട് വയയിൽ അകപ്പെട്ട മാൻ എന്ന പോലെ വീതിയുടെ തലകളെല്ലാം കിടക്കുന്നു. അവർ യഹോവയുടെ ക്രോധവും നിന്റെ ദൈവത്തിന്റെ പ്രസന്നവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മതി എൻ്റെ ദൈവമേ. ഈ കാലോചിതമായ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സന്ദർഭം അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ഓരോ നിമിഷവുമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ടി വി അല്ലെങ്കിൽ റേഡിയോ എന്ന് വേണ്ട ഏത് മാധ്യമം എടുത്താലും ഇന്ന് അടിപിടി, കൊലപാതകം എന്ന് വേണ്ട ഒരു വിധത്തിലും സമാധാനമില്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വായിച്ചു കേട്ട ഭാഗത്തെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊന്ന് ധ്യാനിക്കുവാനായിട്ട് ദൈവം കൃപ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ചെറിയൊരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭാഗം ഇന്നത്തെ സന്ദർഭവുമായിട്ട് ഒന്ന് ഒത്തുചേരുവാനായിട്ടുള്ളൊരു കൃപ ദൈവം എനിക്ക് നൽകട്ടെ എന്ന് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പ്രാർത്ഥന സഹായം യാചിക്കുകയാണ്. എനിക്ക് കുറച്ച് നാളായിട്ട് കയറാൻ പറ്റിയില്ലായിരുന്നു. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. എന്നാലും അതിന് ദൈവം ഇന്നാണ് വഴിയൊരുക്കിയത്, അല്ലെങ്കിൽ സമയം ഒരുക്കിയത്, തക്ക സമയം ഇന്നാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഫാൾട്ട് എനിക്ക് കൂടുതൽ സമയത്തിലേക്ക് വരാനായിട്ട് സാധിച്ചില്ല. ദൈവം അത് ക്ഷമിക്കട്ടെ. എനിക്ക് അതിനുള്ളൊരു ഉണർവ് നൽകട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നുള്ള വാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ വചനഭാഗത്തിലേക്ക് കടക്കുകയാണ്. നിന്റെ മക്കൾ ബോധം കെട്ട് വലയിലകപ്പെട്ട മാൻ എന്ന പോലെ വീതികളുടെ തലയ്ക്കലെല്ലാം. ഭാവം വായിച്ചു കേട്ടല്ലോ, ഷായം വായിച്ചത് കേട്ടല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളുടെ ഇന്ന് പേര് വിളിച്ചിരിക്കുന്ന, ദൈവത്തിൻ്റെ മക്കൾ എന്ന് പേര് വിളിച്ചിരിക്കുന്ന നമ്മളുടെ അവസ്ഥ ഇന്ന് എന്താണ്? നമുക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുന്നതായ ഒരു രീതിയിലാണോ നമ്മുടെ ലോകത്തിൻ്റെ ഇന്നത്തെ പോക്ക് എന്ന് വിചാരിച്ചാൽ നമുക്ക് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ട്, പ്രയാസം എന്ന് വേണ്ട ഹൃദയം പൊട്ടുന്നതായ ഒരു അവസ്ഥയാണ് ഇന്ന് എവിടെ നോക്കിയാലും കാണുന്നത്. 5ാം ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ 5ൽ പഠിക്കുന്നതായ കൊച്ചിന്ന് ഒളിച്ചോടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. LKG പഠിക്കുന്ന, UKG പഠിക്കുന്നതായ കൊച്ച് ഇന്ന് മിഠായികളുടെയും അല്ലെങ്കിൽ ലഹരി മരുന്നിൻ്റെയും അടിമയായി മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ എവിടെ ഒരു ന്യൂസ് വായിച്ചു. ഒരു കൊച്ച് സ്കൂളിൽ ചെന്നാലാണ് ഐസ്ക്രീം ഉടനെ കഴിക്കണം, ഇന്റർവെല്ലിന് വിട്ടാൽ ഉടനെ ഐസ്ക്രീം കഴിക്കണം, വീണ്ടും എന്ന് വേണ്ട എപ്പോഴൊക്കെ പുള്ളിക്ക് സമയം കിട്ടുന്നു അപ്പോഴൊക്കെ ഏറ്റവും ചുരുങ്ങിയത് 3 അല്ലെങ്കിൽ 5 ഐസ്ക്രീം എങ്കിലും പുള്ളിക്ക് തിന്നില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണ്. എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ ആ ഐസ്ക്രീമിൽ അല്പം അഡിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ കൊച്ചിന് അതിനോട് വളരെ താല്പര്യം തോന്നാനുള്ള ഒരു വസ്തു, ലഹരി പദാർത്ഥം അതിൽ ചേർത്തിരിക്കുകയാണ്. ഈ രീതിയിലാണ് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കാര്യങ്ങളുടെ പോക്ക്. പക്ഷെ അവിടെ എല്ലാം നമുക്ക് ഒരു ദൈവിക സംരക്ഷണം കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിച്ചിരിക്കുന്ന നമ്മൾ ഇന്ന് ബോധം കെട്ട്, സുബോധം നഷ്ടപ്പെട്ട്, റോഡിലും എന്ന് വേണ്ട സിനിമാ തിയേറ്ററിലും പാർക്കുകളിലും എവിടെയെല്ലാമാണോ ഇപ്പോൾ ഞങ്ങളൊക്കെ പലപ്പോഴും കാണാറുണ്ട്. രാത്രി 2 മണി 3 മണിയായി കഴിഞ്ഞാലും പിള്ളേരൊക്കെ റോഡിൽ ഇറങ്ങി ഇങ്ങനെ നടക്കുവാണ്. ഒറ്റയ്ക്കൊന്നും അല്ല, കൂട്ടുകെട്ടൊക്കെ ഉണ്ട്. നല്ല കൂട്ടുകെട്ടായിട്ട് തോന്നിയിട്ടില്ല ഒരിക്കലും. പക്ഷെ ഇവിടെയെല്ലാം ആ മാതാപിതാക്കളുടെ ശ്രദ്ധ കുറവാണോ അതെയോ കാലഘട്ടത്തിൻ്റെ മാറ്റമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാളെയും ചൂട് കൂടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ 100 വർഷത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടൊരു വർഷമാണ് ഇതായിട്ട് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. ഈ ചൂട് കൂടുന്നതനുസരിച്ച് മനുഷ്യൻ്റെ ചിന്തകൾക്കും അതുപോലെ തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവും. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും.
പിന്നെ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലൊരു ദുർഘട സമയം ഇനി ഇതിലും വലുതാണ് വരാനിരിക്കുന്നതെന്ന് കാണുന്നു. ഇപ്പോൾ കേട്ടു, തൊടുപുഴയിൽ സ്കൂൾ 10ാം ക്ലാസ്സാണ് +1 വിദ്യാർത്ഥികളെ സ്കൂളിൽ തമ്മിൽ പൊരിഞ്ഞാടി. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ ഇവിടെ എല്ലാം നിയമം ഏത് വഴിക്ക് പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ഇതിനോടനുബന്ധിച്ച് എനിക്ക് വായിക്കാൻ തോന്നിയത് വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യത്തില്, വിലാപങ്ങളുടെ പുസ്തകം 2:19, വിലാപങ്ങൾ 2:19, വിലാപങ്ങൾ 2:19 ഞാൻ വായിച്ചോട്ടെ ഷാജ. രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. ഇത് രണ്ടും കൂടി എനിക്കൊന്ന് കമ്പയർ ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു നിറവ് എനിക്ക് തന്നിരിക്കുന്നു. എൻ്റെ ദൈവമേ, ഒരു 50 വർഷം പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ പോയിരിക്കുന്ന കുട്ടി വരുമ്പോൾ അവൻ എന്ത് കൊടുക്കും, അവന് എന്ത് ഭക്ഷിക്കാൻ കൊടുക്കും, അല്ലെങ്കിൽ കുടിക്കാൻ കൊടുക്കും, തിന്നാൻ കൊടുക്കും എന്നുള്ള മാതാപിതാക്കളുടെ ഒരു വ്യാകുലതയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അന്ന് ഇതുപോലെ സുഭിക്ഷമായിട്ട് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അന്നവർക്ക് വിശപ്പില്ലായിരുന്നു. ദൈവമേ, ഞങ്ങളുടെ വിശപ്പ് മാറണേ എന്ന് അന്ന് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ ഇന്ന് പ്രാർത്ഥനയുടെ സ്റ്റൈല് മക്കളുടെ മാറി വിശപ്പുണ്ടാകണമേ എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. ഈ 2 വേദഭാഗങ്ങളും കാണുമ്പോൾ അന്ന് വിലാപങ്ങളുടെ പുസ്തകത്തിൽ 2:19 പറഞ്ഞിരിക്കുന്ന അവിടെ തളർന്നു കിടക്കുന്നതായ കുഞ്ഞുങ്ങളെയാണ് കാണുന്നത്. അവർ തളർന്നു കിടക്കുന്നത് ഒരു നേരത്തെ ആഹാരം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം, അല്ലെങ്കിൽ വളരെ ചെറുതായ ഒരു ഭക്ഷണ പദാർത്ഥമെങ്കിലും അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടുള്ളൊരു വിഷമമാണ്. ഇന്ന് നമ്മളൊക്കെ ഓരോരോ സദ്യക്കും ഇതിലും എല്ലാം നോക്കിക്കഴിയുമ്പോൾ എത്രമാത്രം ഫുഡാണ്, അല്ലെങ്കിൽ വിശിഷ്ട ഭോജ്യങ്ങളാണ് വളരെ ലാഘവത്തോടെ നമ്മൾ വേസ്റ്റ് കൊട്ടയിലേക്ക് ഇടുന്നത്. പക്ഷെ അതിനെ നോക്കിക്കറിയേണ്ടതായ ഒരു കാലം വരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. അതധികം വിദൂരമല്ല. കാരണം നമുക്കിനി വരാൻ പോകുന്ന ഭക്ഷണക്ഷാമമാണ് വരാൻ പോകുന്നത്, പൈസയുടെ ക്ഷാമമല്ല. 1 കിലോ കപ്പയ്ക്ക് 100, 500, 1000-ലേക്കൊക്കെ പോകുന്ന ഒരവസ്ഥ വിശുദ്ധ ബൈബിളിൽ നോക്കിയാൽ നമുക്ക് പഠിക്കാൻ കഴിയും. ദൈവമേ, അവിടെയെല്ലാം നമ്മൾ ഇന്നത്തെ ചിന്തിച്ച് ഒരു നേരത്തെ ആഹാരം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ വിശക്കുന്നവൻ്റെ അപ്പം, യെശയ്യാ 58 പറഞ്ഞിരിക്കുന്ന വിശക്കുന്നവൻ അപ്പം നുറുക്കി കൊടുക്കുവാനുള്ള ഒരു അവസ്ഥ നമ്മുടെ മനോഭാവത്തിൽ മനസ്സിൽ എന്ന് ഉരുത്തിരിയുന്നുവോ, അവിടെയാണ് ദൈവസ്നേഹം നമ്മളിൽ ഉറവിടുക. ആ ദൈവസ്നേഹത്തിന് വേണ്ടിയായിരിക്കണം നമ്മളുടേത്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ അന്ന് പ്രാർത്ഥിക്കാനായിട്ട് യിരെമ്യാ പ്രവാചകൻ വിലാപങ്ങളുടെ പുസ്തകത്തിൽ കൂടി നമ്മളോട് പറയുമ്പോൾ, ആ വേദപുസ്തകത്തിലെ 25-ാം പുസ്തകം വിലാപങ്ങൾ യിരെമ്യാവ് എഴുതിയപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ ഇന്നൊന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ ദൈവമേ, നമുക്ക് ഓരോരുത്തർക്കും എത്രമാത്രം ഭക്ഷണമാണിന്ന് നമുക്ക് കിട്ടുന്നത്. അന്ന് ആ കാലഘട്ടത്തിൽ തെരുവീതികളിൽ തളർന്നു കിടന്നിരുന്നത് വിശപ്പ് കൊണ്ടായിരുന്നെങ്കിൽ ഇന്ന് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അശ്ലീല പ്രവൃത്തികളുടെയും നിമിത്തം മൂലമാണ് ഇന്ന് വഴിയോരങ്ങളിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ റോഡരികിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ പാർക്കുകളിൽ, അല്ലെങ്കിൽ എന്ന് വേണ്ട ഏതെല്ലാം രീതിയിൽ എവിടെയെല്ലാം തളർന്നു കിടക്കുന്നോ അവിടെയെല്ലാം നമ്മുടെ ഒരു അവസ്ഥ ഇന്ന് വളരെ മാറിയിരിക്കുന്നു. ഒരു കുഞ്ഞ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അത് വരുന്നവരെ പണ്ട് മാതാപിതാക്കൾക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവൻ എപ്പോൾ വരും, എന്താ വരും എന്നൊക്കെ. ഇന്നും മാതാപിതാക്കൾക്ക് ആ ബുദ്ധിമുട്ടില്ലാകുകയില്ല. പക്ഷേ ആ കൊച്ചുങ്ങൾക്ക്, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക്, ആ മകൻ അല്ലെങ്കിൽ മകൾക്ക് എൻ്റെ മാതാവ് അല്ലെങ്കിൽ എൻ്റെ പിതാവ് എന്നെ നോക്കിയിരിക്കുന്നു എന്ന് ആ ധൂർത്തപുത്രനെ നോക്കിയിരുന്ന പിതാവിനെ പോലെ അവൻ മടങ്ങി വരുന്നത് നോക്കിയിരിക്കുന്ന ഒരവസ്ഥ ഇന്നത്തെ മക്കൾക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്. ഭൂരിപക്ഷത്തിനും വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ അവരുടേതായ ഒരു മായാലോകത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഷോർട്ട് മെസ്സേജ് കേട്ടതാണ്. 5ാം ക്ലാസ്സുകാരനായ കൊച്ച് സ്കൂളിൽ വിട്ടു വരുന്നതായ സമയം വന്നിട്ടും അവനെ കണ്ടില്ല, ആ പെൺകുട്ടിയെ കണ്ടില്ല. അപ്പോൾ അവർ പോലീസിൽ അറിയിച്ചു. സ്കൂളിൽ ആദ്യം അന്വേഷിച്ചു. അപ്പോൾ സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ ടീച്ചർ ഒരു മെസ്സേജ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്, എൻ്റെ മോൾക്ക് പനിയായതുകൊണ്ട് ഇന്ന് കുട്ടി സ്കൂളിൽ വരുന്നില്ല എന്ന്. അപ്പോൾ എന്ത് ചെയ്യും? ഇതാണ് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് പറയാൻ പറ്റുമോ?
ആ കൊച്ചാരുടെയോ കൂടെ പോയി കണ്ടുപിടിച്ചു. പക്ഷേ അതിൻ്റെ ബുദ്ധി നോക്ക്, ഇന്ന് എൻ്റെ മോൾക്ക് സുഖമില്ല, പനിയായതുകൊണ്ട് ഇന്ന് സ്കൂളിൽ വരുന്നതല്ല എന്ന്. ആ അധ്യാപകൻ എന്ത് ചെയ്യാൻ പറ്റും? പണ്ട് കാലത്തൊക്കെ അധ്യാപകർക്ക് കുട്ടികളുടെ മേൽ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നതില്ല. പണ്ട് ഒരു കുഞ്ഞിനെ അടിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾ ഒന്നും പറയില്ലായിരുന്നു, ഒന്നുകൂടി കൊടുത്തോളാനാണ് പറയുന്നത്. പക്ഷെ ഇന്നൊരു മാതാവ് പിതാവ് എൻ്റെ കുഞ്ഞിനെ തല്ലി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പോലീസ് സ്റ്റേഷനിലേക്ക്, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് കംപ്ലൈൻറ്റുമായിട്ട് പോകുന്നൊരവസ്ഥയിലാണ്. പക്ഷേ അതിന് ഒരു ചെറിയ കമൻറ്റ് ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു തോന്നിയത്, ഇന്ന് അധ്യാപകൻ തല്ലുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവനെ നാട്ടുകാരും പോലീസുകാരും തല്ലുമ്പോൾ നിങ്ങൾക്കത് പാഠമായിക്കൊള്ളുമെന്ന്. ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം കാര്യമോർത്ത്, പക്ഷേ നമ്മുടെ എല്ലാം വീടുകളിൽ പ്രാർത്ഥനയുണ്ട്, വേദപുസ്തക വായനയുണ്ട്, നോമ്പുണ്ട്, നമസ്കാരമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇവർക്കാർക്കും സുബോധം വരുന്നില്ല. അവിടെയാണ് ഹോശേയ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഹോശേയ 4:6 പരിജ്ഞാനമില്ലായാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനക്കുറവ് അല്ലെങ്കിൽ ജ്ഞാനക്കുറവല്ല, ഇന്ന് ജ്ഞാനം കൂടുതലാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കുട്ടികളുടെ ബുദ്ധി കൂടുതലാണ്. ഒരു കുഞ്ഞു കൊച്ചിന് 1 വയസ്സാവേണ്ട, അതിനു മുമ്പുള്ള കൊച്ചിനും 1/2 വയസ്സായവനും ഇന്ന് മൊബൈൽ ഫോണിലേക്ക് എല്ലാ ഡേറ്റാസും കളക്ട് ചെയ്യാൻ വരെ അവനറിയാം. പക്ഷേ സുബോധമല്ല ഇന്ന്, അല്ലെങ്കിൽ നല്ല ബുദ്ധിയല്ല, പരിജ്ഞാനം, പരിശുദ്ധനെ പറ്റിയുള്ള ജ്ഞാനമില്ല. മത്തായിയുടെ സുവിശേഷം 22:29 നമുക്ക് വായിക്കാം, തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായി കൊണ്ടാണല്ലോ എൻ്റെ ജനം നിങ്ങൾ തെറ്റിപ്പോകുന്നു എന്ന് യേശു പറഞ്ഞിരിക്കുന്നത്. ഈ തിരുവഴുത്തുകളെയും തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും, ദൈവത്തിൻ്റെ ശക്തിയെപ്പറ്റി നമുക്ക്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പറ്റി നമുക്ക് ഇന്ന് എന്തറിയാം? നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഇതെല്ലാം ശരിയാണ്. ആ ക്രിസ്തുവിന് അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ശക്തിയെപ്പറ്റി നമ്മൾ എത്ര പേര് ബോധ്യമുണ്ട്? അവനെ കൊണ്ട് കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ സർവ്വജനങ്ങളുടെയും ദൈവമായ യഹോവയിലോ എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു മരണാനന്തര ജീവിതമുണ്ട് എന്ന് നമ്മളിൽ ആർക്കൊക്കെ ഒരു യഥാർത്ഥ ബോധ്യമുണ്ടെന്ന് നമ്മളൊരു ആത്മപരിശോധന നടത്തണം. നമ്മളൊരു ആത്മപരിശോധന നടത്തുമ്പോൾ നമ്മളെല്ലാം പ്രത്യേകിച്ച് പറയും, ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രയാസങ്ങളില്ല, അല്ലെങ്കിൽ ഞാൻ വചനം വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, ഇതെല്ലാം ശരിയാണ്. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവസന്നിധിയിലേക്ക് ഒരു കുറ്റവിചാരണത്തിന് അല്ലെങ്കിൽ ഒരു ന്യായവിധിയിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ എന്നോട് ചോദിക്കുകയാണ്, നീ പാപം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാൽ, അവിടെ നിന്നൊരു സൗണ്ട് കേട്ടാൽ നമുക്ക് കേൾക്കാം, നീ സഹോദരനെ പകച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മൂടാ എന്ന് വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര പേർക്ക് ഉത്തരം പറയാൻ കഴിയും? ആ മൂടാ എന്ന് വിളിക്ക് നരകയോഗ്യനാകുമെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ ഓരോരുത്തരും എത്രമാത്രം ചിന്തിച്ചു കൂട്ടുന്നു, പറഞ്ഞു കൂട്ടുന്നു. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കിയാൽ, അല്ലെങ്കിൽ അവളെപ്പറ്റി ഒന്ന് ചിന്തിച്ചാൽ വരെ പാപമാണെന്ന് വചനം പറയുന്നു. ഇവിടെയെല്ലാം നമ്മൾ നോക്കുമ്പോൾ നീതിമാൻ ഒരുത്തൻ പോലുമില്ല എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് എത്രമാത്രം ശരിയാണെന്ന് നമുക്ക് തോന്നാം. അപ്പോൾ ഹോശേയ പ്രവചനത്തിലെ പരിജ്ഞാനമില്ലായാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. ഈ പരിജ്ഞാനം നമുക്കിന്ന് എവിടെ നിന്ന് കിട്ടും? യേശുവിനെ പറ്റിയുള്ള ജ്ഞാനം. ഇത്രമാത്രം കൺവെൻഷനുകളും പ്രാർത്ഥനാ യോഗങ്ങളും എന്ന് വേണ്ട എത്ര കൂട്ടായ്മകളാണെന്ന് കേരളത്തിലുള്ളത്. പക്ഷേ ഇവിടെയെല്ലാം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, എത്ര പേര് നന്നാവുന്നുണ്ട്, ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ യോഗ്യരായിട്ട്. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ള കേൾവി കേൾക്കാത്തവരായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. പക്ഷേ നമ്മളുടെ എല്ലാം ഇന്നത്തെ പോക്ക് കണ്ടാൽ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ള വിളിക്ക് വളരെ യോഗ്യന്മാരായിട്ടാണ് ഞാൻ ഒരിതിൽ കാണുന്നത്. ഇന്നത്തെ കുട്ടികളുടെ ഒരു നിലവാരം എടുത്താൽ 80% പെൺകുട്ടികളും 70% ആൺകുട്ടികളും ഇന്ന് ലേറ്റസ്റ്റ് റിസർച്ച് ഇത് സെൻസസ് എടുത്തിരിക്കുന്ന അതാണ്, അല്ലെങ്കിൽ കണക്ക് സൂചിപ്പിക്കുന്നത് മദ്യത്തിന് അല്ലെങ്കിൽ മയക്കുമരുന്നിന് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവർ അടിമകളാണ്. അവിടെയാണ് കഴിഞ്ഞ ദിവസം 8 പേരെ കൊല്ലാൻ പ്ലാനിട്ടു 5 പേരെ കൊന്ന ഒരുത്തനെ കാണാൻ ചിറ്റിയെ കൊണ്ടടിച്ച്. പക്ഷേ അവന് സുബോധം നഷ്ടപ്പെട്ടു പോയി. അവൻ മനുഷ്യനല്ല,
പിശാചിനേക്കാൾ മൂത്തതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ അധപ്പതിക്കാമോ എന്ന്. കാരണം ഇപ്പോഴത്തെ രാസലഹരികൾ ഇതിനേക്കാളെല്ലാം ചെയ്യും. രണ്ട് മൃഗങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ നിസ്സാരം രണ്ട് പട്ടികൾ തമ്മിൽ കടികൂടുകയാണെങ്കിൽ ഒരു പട്ടി 4 കാലും മലച്ച് കൈയും കാലും മലച്ച് മലന്ന് കിടന്നാൽ മറ്റേ പട്ടി തൊട്ടില്ല. കാരണം അവൻ കുറ്റം സമ്മതിച്ചു, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയി എന്ന് അവിടെ അവനൊരു കുമ്പസാരം, അല്ലെങ്കിൽ അവനൊരു അവസ്ഥ, എൻ്റെ അവസ്ഥ ഇതാണ്, ഇനി എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് അവൻ കിടക്കുന്നത്. അതുപോലെ സോൾജേഴ്സിൻ്റെ ഇടയിൽ ഹാൻഡ്സ് നമ്മൾ 2 കൈയും പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ വെടിവെച്ചിടുകയില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ദൈവമേ, ആ ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ നമ്മളുടെ മക്കളുടെ അവസ്ഥ എന്താണ്? അവരെന്താണ് ചെയ്യുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത് എന്നവർക്ക് അവർക്ക് സുബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ സുബോധമില്ലാത്തത് ഒരസുഖമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇത് നമുക്ക് എവിടെ ഏത് രീതിയിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും? അവിടെ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ സർവകലാശാല നമ്മുടെ വീടാണ്. ആ വീട്ടിൽ നിന്ന് ഇത് ആരംഭിക്കണം. നമ്മുടെ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുമായിട്ടൊരു കണക്ഷൻ വേണം. കാരണം ഒരു കുടുംബത്തിൽ 4 പേര് 3 പേര് 2 മാതാവും പിതാവും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങളുമുണ്ടെങ്കിൽ ഒരു കുടുംബമെന്ന് നമ്മൾ പറയാറുണ്ടെങ്കിൽ, ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 4 കുടുംബം എന്നാണ് ഞാൻ പറയാറുള്ളത്. എൻ്റെ ദൈവമേ, ആ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. 4 പേർക്കും ഇന്ന് 4-8 മൊബൈൽ ഫോൺ കാണും. ആ മൊബൈൽ ഫോണുമായിട്ട് അതിൽ നോക്കിക്കൊണ്ടിരിക്കും. കാര്യം ഇത്രയും അത്യാവശ്യമുള്ളൊരു വസ്തുവായിട്ട് ഓക്സിജനേക്കാൾ കൂടുതൽ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് മൊബൈൽ ഫോൺ. ഞാനിപ്പോൾ ഒന്ന് നെറ്റ് ഓഫായി പോയപ്പോഴത്തേനും എത്രമാത്രം ബുദ്ധിമുട്ടി. ഷാജനോട് സംസാരിക്കാൻ വിളിച്ച് പറയേണ്ടതായ ഒരു അവസ്ഥയിലേക്ക് വരുവാന്നവരെയൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷേ അവിടെയെല്ലാം ദൈവം കാത്തു. നമുക്ക് ഇത് ആവശ്യമാണ്, പക്ഷേ ഇന്ന് അനാവശ്യത്തിനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, 90 ആയാലും 100 ആയാലും ഇന്ന് മൊബൈൽ ഫോണിൽ പണിതുകൊണ്ടിരിക്കുന്നതായ ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇന്ന് ക്യാൻസറിനേക്കാൾ ഗുരുതരാവസ്ഥയാണ് നമ്മുടെ മൊബൈൽ ഫോൺ. മദ്യത്തേക്കാൾ അഡിക്റ്റാണ് ഇതിന്. കാരണം ഇതിനകത്ത് നിന്ന് കാണാൻ വയ്യാത്തത് അല്ലെങ്കിൽ ഇല്ലാത്തത് ഒന്നുമില്ല. ലോകത്ത് നടക്കുന്നതായ സകല മ്ലേച്ഛതകളും ഈ മൊബൈൽ ഫോണിലുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വില കൂടിയതായ, അല്ലെങ്കിൽ വില കൂടിയതെന്ന് ഞാൻ പറഞ്ഞത് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടതായ അത്യാവശ്യ കാര്യങ്ങൾ, നമുക്ക് വചനം കേൾക്കാം എന്ന് വേണ്ട ലോക കാര്യങ്ങൾ മുഴുവൻ നമുക്ക് വിരൽത്തുമ്പിലായി കഴിഞ്ഞു. പക്ഷേ അത് നമുക്ക് എത്രമാത്രം തന്മയത്വത്തോടുകൂടി, ദൈവ പ്രസാദത്തോടുകൂടി, ദൈവത്തിന് പ്രസാദകരമാകുന്ന രീതിയിൽ, ദൈവത്തിന് സന്തോഷകരമാകുന്ന രീതിയിൽ, ദൈവം നമ്മളെ കുറ്റപ്പെടുത്താത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു കൃപ വേണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേണം. ആ പരിശുദ്ധാത്മാവാണ് നമ്മുടെ മക്കളിലേക്ക് ഇന്ന് കടന്നു ചെല്ലേണ്ടത്. ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമ്മൾ മാതാപിതാക്കൾ, സമൂഹം എന്ന് വേണ്ട എല്ലാവരും മുട്ടിപ്പായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവിടെയാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന യാമാരംഭത്തിൽ തന്നെ അവിടെ വെള്ളം പോലെ പ്രാർത്ഥിക്കാനുള്ളൊരു പ്രത്യേക ഇത് പറഞ്ഞിട്ടുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷയ്ക്കായി അവങ്കലേക്ക് കൈമലർത്തുക. നമ്മളിന്ന് കൈമലർത്തുന്നത് വേറെ പലതിനും വേണ്ടിയിട്ടാണ്. പക്ഷേ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കൈമലർത്താൻ കഴിയുന്നുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ നമ്മളിൽ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മളൊരു വഴിപാട് ചെയ്യുന്നത് പോലെ വേദവസ്തം വായിക്കുന്നു, പാട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം ദൈവവുമായിട്ടൊരു ആത്മബന്ധം എനിക്കുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പരിസരം മറന്നല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൽ നിന്ന് വിട്ടുമാറി, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വിട്ടുമാറി, വീട് വിട്ടു പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. നീ കഥകടച്ച് നിന്റെ രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് സംസാരിക്കാൻ, പ്രാർത്ഥിക്കാൻ നമുക്ക് ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക. ഒരു പുറമേ ഒരു സൗണ്ട് കേട്ടാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥന നിർത്തും, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കും. ഒരു യഥാർത്ഥ പ്രാർത്ഥനയാണെങ്കിൽ നമ്മളത് അറിയുകയില്ല. ഏകാന്തതയിൽ നമ്മൾ യേശുവും ജ്ഞാനവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ നിൽക്കുമ്പോൾ അവിടെ ഈ ലോകത്ത് മറ്റെന്ത് സംഭവിച്ചാലും ഞാൻ അറിയില്ല. കാരണം ഞാൻ എൻ്റെ ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിലാണ്. ആ ആത്മബന്ധത്തിലേക്ക് ഒരു ഗാഠനിദ്രയിൽ നമ്മളൊന്നും അറിയാത്തതുപോലെ ശരിയായ പ്രാർത്ഥനയിൽ നമുക്ക് ദൈവത്തെ കാണുവാനും ആ ദൈവവുമായിട്ട് സംസാരിക്കുവാനും ഉള്ളൊരു കൃപ നമുക്ക് നൽകട്ടെ. കാരണം നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനാ മുറിയിലേക്ക്, അല്ലെങ്കിൽ ഏത് വിധത്തിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രത്യേകിച്ച് ശീതീകരിച്ച മുറികളോ അല്ലെങ്കിൽ സെപ്പറേറ്റ് മുറികളോ ഇതൊന്നും വേണമെന്നില്ല. നമുക്ക് പണിയെടുക്കുമ്പോഴും പഠിക്കുമ്പോഴും
കരി മുറ്റമടിക്കുമ്പോഴും മറ്റൊന്നും ആരും അടിക്കാറില്ല, വല്ലപ്പോഴും ഒക്കെ അടിക്കുമ്പോഴും അതുപോലെ തന്നെ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം. 365 ദിവസവും 24 മണിക്കൂറും നമുക്ക് ഉണർന്നിരിക്കുമ്പോൾ, അതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയോടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ഒരു ബലം നമ്മൾ അനുഭവിച്ചറിയണം. നമ്മൾ യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. ആ ദൈവത്തെ നമ്മൾ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുക. ആ ദൈവത്തെ രുചിച്ചറിയുവാനുള്ള ഒരു കൃപ നമുക്ക് തരണമെങ്കിൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അതാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ആ ശക്തി വേണം നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ. ആ ശക്തി വന്നാൽ അവിടെയാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഈ ലോകത്തിലുള്ള സർവ്വ കാര്യങ്ങൾക്കും, അത് ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങൾക്ക്, അസന്മാർഗിക കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്, ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് ഒരു കൃപ കിട്ടണമെങ്കിൽ അത് ദൈവവുമായിട്ടുള്ളൊരു സ്നേഹം വേണം. ആ സ്നേഹബന്ധത്തിലേക്ക് വരുമ്പോൾ ഞാനും എൻ്റെ യേശുവും ഒന്നാണെന്നുള്ളൊരു ബോധ്യം എനിക്ക് വേണം. ആ ബോധ്യത്തിലേക്ക് വരുവാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുമക്കൾക്ക്, അല്ലെങ്കിൽ മദ്യത്തിന് അടിമപ്പെട്ടിരിക്കുന്ന യുവാവട്ടെ യുവതിയാവട്ടെ, കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല, വൈക്കം ഭാഗത്താണെന്ന് തോന്നണു, ഒരു വാഗണർ കാറാന്ന് കേട്ടത്, അല്ല അങ്ങനെ ശ്രദ്ധിച്ചത്, ഒരുത്തൻ മദ്യലഹരിയിൽ ഓടിച്ച് പുഴയിലേക്ക് ഇറങ്ങിപ്പോയി. ഏതോ കടത്തുകാർ അവനെ കണ്ട് അത് വലിച്ചു കയറ്റി അവനെ രക്ഷപ്പെടുത്തി. പക്ഷേ അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ ബഹളമാണ്. എൻ്റെ ദൈവമേ, ഒരവസ്ഥ നോക്ക്, ഒരു ജീവൻ രക്ഷിച്ചതല്ല അവന്. എന്തിനെൻ്റെ ഡോറ് തുറന്നു? ആ ഡോറ് തുറന്നുകൊണ്ടാണ് വെള്ളം കയറാനും വണ്ടി മുങ്ങിപ്പോകാനും കാരണം. ഇവൻ്റെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആ വ്യക്തി അത് ചെയ്തത്. പക്ഷേ അവിടെ ഉള്ളിൽ കിടക്കുന്നതായ മദ്യത്തിന് അല്ലെങ്കിൽ മയക്കുമരുന്നിന് അതിന് ആ സുഹൃത്ത് അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്തത് എന്തെന്ന് തിരിച്ചറിയാനുള്ള സുബോധം അവനില്ല. അവൻ്റെ സുബോധം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ആ സുബോധമില്ലായ്മയിൽ നിന്നാണ് അവൻ വഴക്കുണ്ടാക്കുന്നത്. ഇന്ന് നമ്മളും പലരും അടിപിടി ബഹളമുണ്ടാക്കുന്നത് വീഡിയോയിൽ പകർത്തുന്നു. എന്തൊരു മാനസികാവസ്ഥയാണെന്ന് നോക്ക്. വണ്ടി ഇടിച്ച് തല പൊട്ടി ചോര ഒഴുകി കിടന്നാലും ആദ്യം നമ്മൾ വീഡിയോ എടുക്കാനാണ് നോക്കുന്നത്. ഒരു പരിധി വരെ ആവശ്യമാണ്. പക്ഷേ സ്വന്തം മനസാക്ഷിയോടൊന്ന് നോക്കുക. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണോ? അവനൊരു രക്ഷാപ്രവർത്തനം നല്ല ശമരിയാക്കാരൻ്റെ ആ സംഭവത്തിലേക്ക് അല്ലെങ്കിൽ ഉപമയിലേക്ക് നമുക്ക് ചെല്ലാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾക്ക് നോക്കുക. ആ നല്ല ശമരിയാക്കാരൻ്റെ ഉപമയിൽ അവസാനം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഉപമയായിട്ടോ അല്ലെങ്കിൽ പ്രവൃത്തിയായിട്ടോ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് വ്യാഖ്യാനിക്കാം. എൻ്റെ ദൈവമേ, ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ളത് തന്നുകൊള്ളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാനും നിങ്ങളും കടന്നു ചെല്ലുമ്പോൾ ആ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ എൻ്റെ ബാങ്ക് ബാലൻസ് അല്ല ചോദിക്കുന്നത്, ഇതുപോലുള്ള അക്കൗണ്ടിൽ എന്തുണ്ട് എന്ന് ദൈവം ചോദിച്ചാൽ നമുക്ക് പറയാൻ എന്ത് കഴിയും? ആ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ തന്നുകൊള്ളാമെന്ന് പറഞ്ഞ അവസ്ഥയിൽ എനിക്കും നിങ്ങൾക്കും ദൈവസന്നിധിയിൽ എൻ്റെ കണക്ക് പുസ്തകം വിടർത്തുമ്പോൾ ഞാനും ദൈവവിഷയമായി സമ്പന്നനാവണം. അല്ലെങ്കിൽ സൽപ്രവൃത്തിയായ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവരുടെ നീതിപ്രവൃത്തിയാണ് അവരുടെ ശുഭ്രവസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്ന ആ നീതിപ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദകരമായ ഒരവസ്ഥയിൽ നമുക്കെല്ലാവർക്കും ഒരു അക്കൗണ്ട് അവിടെ കീപ്പ് ചെയ്യാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പരിജ്ഞാനമില്ലായികയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം 5:11 5:22 ഒന്ന് നമുക്ക് നോക്കാം. നമ്മൾ മദ്യപാനികളെ കുറ്റം പറയുന്നു. യെശയ്യാ പ്രവചനം 5:11 5:22. അതികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മറ്റൊരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. മതി, അത് നോക്കിയിട്ട് 5 അയ്യോ കഷ്ടം. വീഞ്ഞു കുടിപ്പാൻ വീരന്മാരും മദ്യം കലർത്തുവാൻ ശൂരന്മാരുമായുള്ളവർക്കും സമാനം നിമിത്തം ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാന്റെ നീതി ഇല്ലാതാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അതികാലത്ത് എഴുന്നേറ്റ്, നമ്മൾ അതികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. യേശു അതികാലത്ത് എഴുന്നേറ്റ് മലയിലേക്ക് കയറിപ്പോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാം അതികാലത്ത് മകനെ ബലി കഴിക്കാനായിട്ട് പോയതെന്ന് കാണുന്നുണ്ട്. ഒത്തിരി പേര് അതികാലത്ത് പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുക, വളരെ എമർജൻസി ആയിട്ട് വെളുപ്പിന് 5 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് എണിച്ച്
മദ്യഷാപ്പുകളിലേക്ക് ഓടുന്ന ബിവറേജസിൻ്റെ അടുത്തിലേക്ക് പോകുന്ന ഒരു ജനത്തെ നമുക്കിന്ന് കാണാൻ കഴിയും. എത്ര അച്ചടക്കത്തോടു കൂടി, എത്ര അവിടെ ചെന്ന് ഒരു ബഹളവും ഉണ്ടാക്കാതെ, മഴയായാലും വെയിലായാലും മഞ്ഞായാലും അവർ അവിടെ നിന്ന് ആ കാര്യം സാധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ മറ്റൊരാവശ്യത്തിനായിരുന്നെങ്കിൽ ഈ അധികാലത്ത് പോകാൻ പറഞ്ഞാൽ അവന് ഒത്തിരി ജീവിത തിരക്കുകളുണ്ട്, പ്രാരാബ്ദങ്ങളുണ്ട് എന്ന് വേണ്ട ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുടെ ഒരു നീണ്ട പട്ടിക വരും. പക്ഷേ ഇതിന് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവൻ അധികാലത്ത് തന്നെ എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരാകുകയും ചെയ്യുന്നു. സന്ധ്യാസമയത്ത് വൈകി ഇരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയില്ല എന്ന് അനേക സ്ഥലങ്ങളിൽ, പല ഭാഗങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. പക്ഷേ ആ മദ്യപാനി പലരും പറയുന്നുണ്ട് അല്പം വീഞ്ഞ് സേവിക്കുന്നത്. പക്ഷേ അതിൻ്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു ചിലരുടെ പാവങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. അതുപോലെ തന്നെ മദ്യം വീഞ്ഞ് കുടിപ്പാൻ വീരന്മാരും. ഇന്ന് പലരും വിദേശികൾ മദ്യപാനം നടത്തുന്നുണ്ട്. നമ്മൾ മലയാളിയും മദ്യപാനം പഠിച്ചു എന്നാണ് ഞാൻ പഠിക്കുന്നത്. പക്ഷേ അവർ വളരെ സാവധാനം കുറച്ചായിട്ട് സിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കുളവി കുടിക്കുന്ന പോലെ എന്ന് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇരിക്കുന്നതായ മദ്യം തീരുന്നത് വരെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നിരിക്കണം, മദ്യം കുടിപ്പാൻ വീരന്മാർ. ചില തീറ്റ റപ്പായിമാരെ പോലെയുള്ളവർ എത്രമാത്രം വെള്ളം കുടിക്കാം, എത്രമാത്രം തിന്നാം, എത്രമാത്രം പൊറോട്ട അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ഇഡ്ഡലി ദോശ എന്ന് വേണ്ട, എത്രമാത്രം അകത്താക്കാമോ അത്രമാത്രം അകത്താക്കുന്ന വീഞ്ഞ അല്ലെങ്കിൽ മദ്യം ഇതുപോലെ പലയിടത്തും നമുക്ക് കാണാൻ കഴിയും. കാരണം അവർക്കത് എങ്ങനെയെങ്കിലും അത് തീർത്താലേ പറ്റുള്ളൂ. മദ്യം കുടിപ്പാൻ വീരന്മാരും മദ്യം കലർത്തുവാൻ. ഇവിടെയാണ് മായം ചേർക്കുന്ന അല്ലെങ്കിൽ കല്ലുവാതുക്കൽ സംബലം വൈപ്പിൻ സംഭവം പോലെയൊക്കെ ഉണ്ടാവുന്നത്. മദ്യ ദുരന്തങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ രഹസ്യം ഇതാണ്. അവിടെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് മദ്യത്തിൽ കലർപ്പുണ്ടാവുമെന്നും ആ കലർപ്പ് മനുഷ്യന് ശാശ്വതമായ നഷ്ടം, അവൻ്റെ കാഴ്ചശക്തി, ഓർമ്മശക്തി, അവന് ജീവഹാനി തന്നെ വരുന്നു. പക്ഷേ അവിടെയെല്ലാം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളൊരു ആത്മപരിശോധന നടത്തുക. നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവന് കാശുണ്ടായിട്ടാണ്, അവന് അല്ലെങ്കിൽ അവൻ്റെ അഹങ്കാരമാണ്, അവൻ്റെ മല്ലാണ് അല്ലെങ്കിൽ എന്ന് വേണ്ട. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. മദ്യപാനികൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, അവരച്ഛനല്ലെങ്കിൽ ഏലിയാസ് അല്ലെങ്കിൽ ബേബി, നീ കഴിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിൻ്റെ വീട്ടുകാർ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ അവർ വലിയൊരു സന്തോഷമാണ് എന്നോട് പ്രകടിക്കാറ്. അതേ ഡോക്ടറെ, ഇവരാരും ചോദിക്കാറില്ല എന്നോട് ഞാൻ എന്തുകൊണ്ട് മദ്യപിക്കുന്നു എന്ന്. അവർക്ക് 100 കൂട്ടം കാര്യങ്ങൾ പറയാനുണ്ടാവും. ജനിച്ചാലും മരിച്ചാലും വിവാഹമായാലും മാമോദീസ ആയാലും അമേരിക്കയിലും ബോംബ് പൊട്ടിയാലും അവിടെ പാർലർ തകർന്നാൽ എന്ന് വേണ്ട, എന്തൊക്കെ വന്നാലും മദ്യത്തിന് ആഘോഷിക്കാൻ അവർക്ക് കാരണമുണ്ടാകും. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് അവരെ സ്നേഹത്തോടുകൂടി ചേർത്ത് നിർത്താതെ ഒരു മദ്യപാനിയും ഇന്ന് വരെ മദ്യപാനം നിർത്തിയിട്ടില്ല. മരുന്നൊക്കെ കൊടുത്താൽ കുറേയൊക്കെ മാറ്റം വരും. പക്ഷേ ഒരു യഥാർത്ഥം ഇത് വരണമെങ്കിൽ ദൈവസ്നേഹം അവനിലേക്ക് കടന്നു വരണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനിലേക്ക് കടന്നു വരണം. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനിലേക്ക് വരുമ്പോൾ അവന് ഒരു സുബോധം വരും. ഇതിന് എൻ്റെ ശരീരത്തിന് ദോഷമാണ്, എൻ്റെ വ്യക്തിക്ക് അല്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വത്തിന്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക്. ഒരു മദ്യപാനിയുടെ മക്കൾ ഒരിക്കലും എത്ര ധനവാന്മാരായിക്കോട്ടെ, എൻ്റെ പിതാവ് അല്ലെങ്കിൽ ഇന്ന് മാതാവ് നിങ്ങളുടെ കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു, പിതാവ് അല്ലെങ്കിൽ മാതാവ് മദ്യപാനിയാണെന്ന് പറയാൻ ഒരു മക്കളും ഇഷ്ടപ്പെടുന്നില്ല. അവരും കഴിക്കുമായിരിക്കും. പക്ഷെ മാതാവും പിതാവും ഭാര്യ ഭർത്താവ് മദ്യപാനിയാണെന്ന് പറയാൻ ഇന്നിപ്പോൾ ആണുങ്ങൾ മാത്രമെന്നല്ല, റേഞ്ച് എല്ലാം പോയി. ഇന്ന് തുല്യമാണെല്ലാം. ഇന്ന് എല്ലാത്തിലും ഫസ്റ്റാണ് കേരളം. ഏത് കാര്യമെടുത്താലും നമ്മൾ ഒന്നാമനാണ്. ആ ഒന്നാമത്തെ അവസ്ഥയിലേക്ക് മദ്യത്തിനായാലും മയക്കുമരുന്നിനായാലും വേശ്യാവൃത്തി എന്ന് വേണ്ട സർവ്വതിനും നമ്മുടെ IT മേഖലയൊക്കെ അടച്ചാക്ഷേപിക്കുകയെന്ന് തോന്നരുത്. ഞാനിവിടെ പലയിടത്തും ഒരു സെർച്ച് നടത്തിയിട്ട് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്, മൂന്നാർ അതുപോലെയുള്ള റിസോർട്ടുകളിലേക്ക് ആരാ ഓണം കയറാ മൂലയിലേക്ക് കടന്നു ചെല്ലുമെന്ന് ഞാൻ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നതായുണ്ട്, എൻ്റെ പൊന്നു ഡോക്ടറെ ഇങ്ങനെയൊന്നും അല്ല, വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ നോക്കണം, ഇത് ഹൗസ്ഫുള്ളാണ്. ഇവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. പക്ഷെ അവിടെയാണ് ഈ നമ്മുടെ പ്രവൃത്തി മൂലം ഭൂമി കുലുങ്ങുകയും
അതുപോലെയുള്ള വാർപ്പിടങ്ങൾ തകരുകയും ചെയ്യുന്ന വചനം പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ്റെ അകൃത്യം മൂലമാണെന്ന് അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ കൂടിക്കൂടി വരുന്നതിൻ്റെ രഹസ്യം മനുഷ്യൻ്റെ അച്ചടക്കമില്ലായ്മ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന താറുമാറായ ജീവിതമാണെന്ന് ഒരു സംശയലേശം എനിക്ക് പറയാൻ കഴിയും. പക്ഷേ മോഡേൺ സയൻസോ അല്ലെങ്കിൽ ആധുനിക അല്ലെങ്കിൽ ന്യൂ ജനറേഷനോ സമ്മതിക്കില്ല. എനിക്ക് അവരുടെ സപ്പോർട്ടല്ല വേണ്ടത്. വചനം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നതിന് വള്ളി പുള്ളിക്ക് മാറ്റം വരികയില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി തീർത്ത് പറയുകയാണ്. അപ്പോൾ മദ്യം കലർത്തുവാൻ ശൂരന്മാരുമായുള്ളവർക്ക് സമ്മാന നിമിത്തം ഇപ്പോൾ പേപ്പറിലൊക്കെ വായിക്കാറുണ്ട്, വലിയ വില കൂടിയ ബ്രാൻഡുകൾ കൈക്കൂലിയോടൊപ്പം കൊടുത്തു കഴിഞ്ഞാൽ അവന് സ്പെഷ്യൽ പ്രോഗ്രാമാണത്. അപ്പോൾ അത് ഈ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവർക്കെല്ലാം അയ്യോ കഷ്ടമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടമെന്ന്. ഇവിടെ മദ്യപാനിക്കും മദ്യം കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിതൊന്ന് ചിന്തിക്കുക, നമ്മൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിലേക്ക് മുട്ടിപ്പായിട്ട് അപേക്ഷിക്കുക. ദൈവത്തിൻ്റെ കരം ഇവരെ പിടിക്കണം, നമ്മൾ പിടിച്ചിട്ട് കാര്യമില്ല. ദൈവകരം ഇവരെ പിടിക്കുമ്പോൾ അവർ രക്ഷപ്പെടും. കാരണം അവനത് ഒരു ഉത്തമ ബോധ്യം വരും. അതുപോലെ തന്നെ എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എഫേസ്യ ലേഖനം 6-ന്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്കൊന്ന് കണ്ണോടിക്കാം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മുടെ കുടുംബത്താണ് ബന്ധം അല്ലെങ്കിൽ കുടുംബ ബന്ധം അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം തുടങ്ങേണ്ടത്. കാരണം ഏത് കാര്യവും അവൻ പറയാനാണെങ്കിലും കേൾക്കാനാണെങ്കിലും എന്ന് വേണ്ടാതെ അവൻ ആദ്യം കിട്ടിയത് അവൻ മെഡിക്കൽ കോളേജിൽ പോയിട്ടല്ല, സ്കൂളിൽ പോയിട്ടല്ല, LKG പോയിട്ടില്ല, UKG പോയിട്ടല്ല, ഒരു യൂണിവേഴ്സിറ്റിയിലും പോയി അവൻ പഠിച്ചിട്ടല്ല. അവൻ്റെ അമ്മയുടെ വാക്കുകൾ ആണ് അവൻ ആദ്യം കേൾക്കുന്നത്. ഒരു കുഞ്ഞ് ഏകദേശം 3.5 വയസ്സിന് മുമ്പ് അവൻ്റെ ബ്രെയിനിൽ ഒരു ഫിലിം എങ്ങനെ ഫോട്ടോകൾ ഒപ്പിയെടുക്കുന്നു അല്ലെങ്കിൽ വീഡിയോയിൽ ഒപ്പിയെടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പറയുന്നതായ കുഞ്ഞു കാര്യങ്ങൾ പോലും അവൻ്റെ ബ്രെയിനിൽ അത് ഒപ്പിയെടുക്കും. അതുകൊണ്ടാണ് മാതാപിതാക്കളോട് പ്രത്യേകിച്ച് പറയാറുള്ളത്, നിങ്ങൾ ഓരോ വാക്ക് സംസാരിക്കുമ്പോഴും വളരെ സൂക്ഷിച്ച് വേണം. അവൻ കുഞ്ഞല്ലേ, അവനൊന്നും അറിയില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മൾ മാറ്റം നിർത്തണം. കാരണം നമ്മളെക്കാളൊക്കെ അതിബുദ്ധിമാന്മാരാണ്. പക്ഷേ ഒരു കുഞ്ഞ് ഇന്നൊരു വാക്ക് കേൾക്കുമ്പോൾ അവൻ അറിയില്ലെങ്കിൽ, അവൻ പ്രായപൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ അത് തിരിച്ചറിവ് വരുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും അല്ലെങ്കിൽ എൻ്റെ ചേട്ടനും അനിയനും അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും പറഞ്ഞത് ഇന്ന കാര്യമായിരുന്നല്ലോ, അത് നല്ലതല്ലല്ലോ എന്ന് അവന് വരും. അതനുസരിച്ച് അവൻ്റെ ഉള്ളിൽ അവനൊരു മുറിപ്പാടുണ്ടാവും. അത് അവന് വിദ്വേഷത്തിന് കാരണമാക്കും. ആ മാനസിക വിദ്വേഷം വളർത്തിയെടുക്കുന്നത് പലപ്പോഴും നമ്മുടെ നാവാണെന്ന് നമ്മൾ ചിന്തിച്ചറിയുക. കാരണം അത് വലിയൊരു സൈക്കോളജിയാണ്. നമ്മളത് കുടുംബത്തിലെ സംസാരം, അതുകൊണ്ടാണ് ഉപ്പില് രുചി ചേർത്തതും കൃപയോട് കൂടിയതുമായിരിക്കട്ടെ എന്ന് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വാക്ക് ഒരു വ്യക്തിയെ, അതാണ് തക്ക സമയത്ത് പറയുന്ന ഈ ഒരു വാക്ക് അവന് ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്തും. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് സംസാരിക്കുന്ന ഒരു വാക്ക് അവനെ ചിലപ്പോൾ അവൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിച്ചു എന്ന് വരാം. അതുകൊണ്ട് നമ്മൾ പറയുന്നതായ ഓരോ വാക്കുകളും അത് ദൈവസന്നിധിയിൽ, അതുകൊണ്ടാണ് പറയാൻ താമസമുള്ളവരും കേൾപ്പാൻ ധൃതിയുള്ളവരുമായിരിക്കട്ടെ എന്ന് ലേഖനങ്ങളിൽ നമ്മൾ വായിക്കാൻ കഴിയുന്നത്. അപ്പം മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കും. അപ്പോൾ 10 കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ ഈ ലോകത്ത് അപ്പനെയും അമ്മയെയും ഈ ലോകത്ത് നേട്ടമുള്ള 9 കൽപ്പനയും മാറ്റിവെച്ചാലും നിങ്ങൾ ദീർഘായുസോടുകൂടിയിരിക്കാൻ. ഇന്ന് ദീർഘായുസോടുകൂടിയിരിക്കാൻ ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, രാവിലെ എണിച്ച് നടക്കുന്നു, ആഹാരത്തിൽ ക്രമീകരണം വരുത്തുന്നു, ജിമ്മിൽ പോകുന്നു, യോഗ ചെയ്യുന്നു, നീന്തുന്നു എന്ന് വേണ്ട, ഓടുന്നു, ചാടുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ആയുസ് കൂട്ടുവാനാണ്. പക്ഷേ ദൈവവചനം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഒരു മുതൽ മുടക്കമില്ലാതെ നിന്റെ അമ്മയപ്പന്മാരെ ബഹുമാനിക്കുക. ആ സ്വന്തം മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാൻ കഴിയുമ്പോൾ അവന് മാനസിക സംതൃപ്തി കിട്ടും. അതുപോലെ അത് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാനായിട്ട് കഴിയും. ഞാനിപ്പോൾ ഒരു ചെറിയ സന്തോഷത്തിലാണ്. ഞാൻ പുകഴ്ത്തുമല്ല, ഷൈനയുടെ അമ്മച്ചി ഇവിടെയുണ്ട്. 94 വയസ്സായി. ഓർമ്മയിൽ ലോക റെക്കോർഡ് ഇട്ടിരുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ കമ്പ്യൂട്ടറെല്ലാം അടിച്ചു പോയി, കണ്ടാൽ അറിയുമെന്ന് മാത്രം. പക്ഷേ ഇന്നും പറയുന്നു, എനിക്ക് സ്കൂളിൽ പോകണം, എനിക്ക് പഠിപ്പിക്കാൻ പോകണമെന്ന്. ആ ഒരു മാനസിക അവസ്ഥയിലേക്ക്, മറ്റസുഖങ്ങളൊന്നുമില്ല, അത് വലിയൊരു ദൈവ അനുഗ്രഹം.
ഞാനിത് പറയാൻ കാരണം, ഒരു കുഞ്ഞു കൊച്ചിനെ കയ്യെ പിടിച്ചുകൊണ്ട് നടക്കുന്ന മാതിരി ഡെയിലി മുറ്റത്തോടെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഞാനിങ്ങനെ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം ഈ 94-ാമത്തെ വയസ്സിലും സ്വന്തം മാതാവിനോടും കുഞ്ഞിനോടും കുഞ്ഞിനോടും കൂടി ഒരാൾക്ക് കഴിയാൻ തന്നത് അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്. അവിടെയാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. അവർക്ക് ആഹാരം കൊടുക്കുക, അങ്ങനെ ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അവരുമായിട്ട് സംസാരിക്കാനും അവരിൽ ഒരു അവരുടെ ആ ഒരു എന്താ നിർമ്മല മനസ്സെന്നാണ് ഞാൻ പറയാറുള്ളത്. കാരണം ഇന്നുണ്ടായ കുഞ്ഞിനെ പോലെയുള്ള ഒരു അവസ്ഥ അവർക്ക്. എന്ത് പറഞ്ഞാലും പരിഭവമില്ല, വഴക്കില്ല, ഒന്നുമില്ല. നേരെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മറന്നുപോയി, തീർന്നു. അപ്പോൾ ആ അവസ്ഥയിൽ നമുക്കൊക്കെ അത് ഈ ദീർഘായുസിന് വേണ്ടിയിട്ടാണ് വചനം പറയുന്നത്, നിങ്ങളുടെ അമ്മയപ്പന്മാരെ ബഹുമാനിപ്പിനെന്ന് പറഞ്ഞിരിക്കുന്നത്. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത് വാക്തത്വത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ. ഈ വചനം ഇന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്, ഞാനടക്കം. കൊച്ചു മക്കളോടായാലും സ്വന്തം മക്കളോടായാലും കുഞ്ഞുമക്കളോടായാലും പേരക്കുട്ടിയോടായാലും അവരെ ഇന്ന് കരയിപ്പിക്കരുത് എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ കരഞ്ഞതുപോലെ എൻ്റെ കുഞ്ഞ് കരയരുതെന്ന് പറഞ്ഞാൽ അതാണ് കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഞാൻ ഒന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞ് രണ്ട് കരയാനായിട്ടൊരു അവസ്ഥ. ഇത് പറയാൻ എളുപ്പം കഴിയും, പക്ഷേ ഇത് പ്രാവർത്തികമാക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ടും പറയുന്നു. പക്ഷേ അവിടെ ആ കുഞ്ഞിനെ തക്ക സമയത്ത് അവനെ വളർത്തിയെടുക്കാനും അല്ലെങ്കിൽ അവനോട് സംസാരിക്കാനും നമുക്ക് കഴിയുന്നത് നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുകയും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തണം. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് അമ്മയപ്പന്മാരോട് സ്നേഹം വേണം. അതുപോലെ തന്നെ അമ്മയപ്പന്മാർക്ക് മക്കളോട് സ്നേഹം വേണം. വീണ്ടും സങ്കീർത്തനങ്ങൾ 119:9 വരുമ്പോൾ എങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്താൻ കഴിയും? ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ആ ദൈവസന്നിധിയിൽ ദൈവവചനമായിരിക്കണം അവൻ്റെ മുൻതൂക്കം. ദൈവ വിഷയമായിട്ടാണ് അവൻ്റെ സംസർഗം. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ എന്തെന്ന് ചോദിക്കുമ്പോൾ ആവർത്തന പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നീ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും നിന്റെ മക്കൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലുള്ള സംസാര വിഷയം ദൈവവചനമായിരിക്കട്ടെ. ആ ദൈവവചനത്തോടു കൂടി നമുക്ക് ഉണരുവാനും അതുപോലെ തന്നെ നമ്മൾ ബെഡിലേക്ക് പോകുമ്പോഴും ബെഡിൽ നിന്ന് ഉണരുമ്പോഴും ദൈവവചനത്തോടു കൂടി ദൈവത്തോടു കൂടി എൻ്റെ ദൈവമേ ഇന്നെന്നെ കാത്തുകൊള്ളണമേ, ഇന്നെൻ്റെ ജീവനെ കാത്തുകൊള്ളണമേ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതായ എല്ലാ പ്രവൃത്തികളും ദൈവത്തിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ്, അല്ലെങ്കിൽ ആ ദൈവമാണ്, എൻ്റെ യേശുവാണ് എനിക്ക് ഇതെല്ലാം നടത്തി തരുന്നത് എന്നുള്ളൊരു ഉത്തമ ബോധ്യം നമ്മുടെ മക്കൾക്കുണ്ടാവണമെങ്കിൽ അത് മാതാപിതാക്കൾക്കുണ്ടാവണം. കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു പറഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്, ഒരു കൊച്ച് സ്ഥിരമായിട്ട് മൊബൈൽ ഫോണിൽ പണിയുന്നു. അതിൻ്റെ മാതാപിതാക്കൾ ചെയ്യുന്നൊരു കാര്യം, വേദപുസ്തകം ബൈബിളാണോ എന്താണെന്ന് എനിക്കറിയില്ല, 2 പേര് മാതാവും പിതാവും ആ ബുക്കെടുത്ത് തറയിൽ വന്നിരുന്ന ഒരു വായന തുടങ്ങി. ഈ കൊച്ച മൊബൈൽ ഫോൺ എറിഞ്ഞു കളഞ്ഞു, അല്ലെങ്കിൽ തള്ളി നീക്കിയിട്ട് അവനും പോയി ഒരു ബുക്ക് എടുത്തുകൊണ്ട് വന്ന് വായിക്കാൻ തുടങ്ങി. നമ്മുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നോ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരോടുകൂടി അത് കൃത്യമായിട്ട് ചെയ്തിരിക്കും. അതുകൊണ്ട് നോട്ടത്തിലും സംസാരത്തിലും പ്രവൃത്തിയിലും ചിന്തയിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് അവൻ A+ വാങ്ങിയോ B+ വാങ്ങിയോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ അവന് കഴിയുന്നുണ്ടോ? ഒരു ദൈവവചനമെങ്കിലും അവൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടോ? ദൈവത്തെ ഭയപ്പെട്ട് നമുക്കൊരു മരണാനന്തര ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തർക്കും ന്യായവിധിയിൽ അവിടെ ഒരു സ്വർഗവും നരകവും ഉണ്ട് എന്നുള്ളൊരു ബോധ്യം വേണം. ഈ ലോകത്ത് നമ്മൾ എത്ര തിമിർത്ത് ജീവിച്ചു കഴിഞ്ഞാലും, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെയൊക്കെ ഒരു ബന്ധുവായിട്ട് വരുന്ന ഒരു ഡോക്ടർ, ജോർജ് ഡോക്ടർ ആത്മഹത്യ ചെയ്തു. കുടുംബ പ്രശ്നമില്ല, സാമ്പത്തിക പ്രശ്നമില്ല, ആരോഗ്യ പ്രശ്നം അയാളുടെ ജോലിയെ ബാധിക്കുമെന്നുള്ളൊരിതിൽ വന്നപ്പോൾ അദ്ദേഹം സ്വന്തം ആത്മാവിനെ നശിപ്പിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. ഈ ലോകം നമ്മൾ മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത് പ്രയോജനം? ദൈവമേ, അദ്ദേഹത്തിൻ്റെയൊക്കെ കാരണം ഒരു മനുഷ്യനോട് ഒരു പരിഭവമില്ലാത്തത്, ആരെയും സഹായിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തിങ്ങനെ വന്നു എന്നറിയില്ല. അപ്പം അവിടെ എല്ലാം ഞാൻ കണക്ക് കൂട്ടുന്ന അവിടെ പൈശാചിക ബന്ധനം അല്ലെങ്കിൽ ദുർമാർഗ അല്ലെങ്കിൽ ദുഷ്ടശക്തി ഇരുള് അദ്ദേഹത്തെ മൂടിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നെല്ലാം വിടുവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേണം. ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കാലഘട്ടത്തിൽ ആവർത്തന പുസ്തകത്തിൽ മദ്യം കഴിക്കാനും പറഞ്ഞിട്ടുണ്ട്. ആ വാക്യം ഞാൻ ഏതായാലും എടുത്തു തരുന്നില്ല. അപ്പോൾ അങ്ങനെയും കൂടി
കാരണം അതെല്ലാവരും മദ്യപാനികൾ അറിഞ്ഞിട്ടില്ല, അറിയാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇത്രയും സമയം നിങ്ങളോട് കൂടി ആയിരിക്കുവാനും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ പറയുവാനും കേൾപ്പിക്കുവാനും ദൈവം തന്ന വലിയ കൃപയോർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എനിക്ക് ചില മറ്റ് ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളുണ്ടായിട്ടല്ല, ചില അവസരങ്ങൾ ഒത്തുവരുന്നില്ല. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയായിരിക്കാം. ഇന്ന് കയറാൻ ദൈവം സഹായിച്ചുവല്ലോ ഈ പ്ലാറ്റ്ഫോമിൽ. ദൈവമേ, ഇന്ന് ഒരു കൃത്യമായ ഒരുക്കം നടത്തുവാൻ എനിക്ക് ആ ഒരു വലിയ കുറ്റബോധം എന്നിലുണ്ട്. പക്ഷേ ദൈവം ഇത്രയും നേരം എന്നെ നടത്തിയല്ലോ. ഷാദിൻ വായിച്ച് സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ദൈവമേ, ഇന്ന് മോൾക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് വായിക്കാൻ വരാൻ കഴിഞ്ഞില്ല. വൈഫിന് അമ്മച്ചിയുടെ അടുത്ത് ഇരിക്കേണ്ടതുണ്ട്. എന്നാലും ഇത്രയും സമയമെല്ലാം ദൈവം എന്നെ കാത്ത് പരിപാലിച്ചു. അവൻ്റെ സർവശക്തൻ്റെ മറവിൽ എന്നെ വസിപ്പിച്ചു. ആ മറവിൽ നിന്നുകൊണ്ട് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ നമുക്ക് ഓരോരുത്തരും ദൈവത്തെ സ്തുതിക്കുവാനും അവന് വേണ്ടി പ്രവർത്തിക്കാനും ദൈവം അവസരം നൽകട്ടെ. ഇതുപോലുള്ള അവസരം തന്ന എല്ലാവരോടും ദൈവത്തോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.